തിരുവോണമമ്പാർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നടക്കാൻ പോകുന്ന അല്പസമയത്തിനകം പരിപാടി തുടങ്ങുകയാണ്. തിരുവനന്തപുരം ഗോർഖി ഭവനിലെ നറുക്കെടുപ്പ് വേദിയിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കെടുക്കുന്നുണ്ട്. പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും അതിനുശേഷം തിരുവോണം ബമ്പർ നറുക്കെടുപ്പുമാണ് നടക്കാൻ പോകുന്നത്. ബമ്പർ ഭാഗ്യക്കുറിയുടെ 75 ലക്ഷം ടിക്കറ്റുകളാണ് ഈ വർഷം അച്ചടിച്ച് വിറ്റഴിച്ചത്. കെ സ്റ്റെഫിനുണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഭാഗ്യവാൻ ആരാണ്? എല്ലാ വർഷവും തിരുവോണം ബമ്പർ അതിൻ്റെ നറുക്കെടുപ്പ് വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. എങ്ങനെയാണ് പരിപാടി? എപ്പോൾ ഫലം അറിയാൻ കഴിയും? രതീഷ്, പലരുടെയും സ്വപ്നവും അതോടൊപ്പം തന്നെ വലിയ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പുമൊക്കെയാണ് ഇന്ന് ഏതായാലും അവസാനിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ആ കാണുന്ന സ്ക്രീനിൽ നമ്പർ തെളിയും. ആരാണ് ഭാഗ്യശാലി എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. 1 മണിക്കാണ് ഇതിൻ്റെ ഒരു പൂജാ ബമ്പറിൻ്റെ പ്രകാശനവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ നറുക്കെടുപ്പും വെച്ചിരിക്കുന്നത് ഓണം ബമ്പറിൻ്റെ. ഇപ്പോൾ ഏതായാലും അതിനു വേണ്ടിയുള്ള ട്രയൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷവും ഏതായാലും വടക്കൻ കേരളത്തിലായിരുന്നു ഓണം ബമ്പറിൻ്റെ 1ാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റും 1ാം സമ്മാനം അടിച്ചതും വടക്കൻ കേരളത്തിലായിരുന്നു. അത് രണ്ടും മലയാളികൾക്കല്ല, കർണാടക സ്വദേശിക്കും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് തമിഴ്നാട് സ്വദേശിക്കുമായിരുന്നു. 2022 തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ഭാഗ്യം വന്നത്, ഓണം ബമ്പറിൻ്റെ ഭാഗ്യം. അനൂപ്, തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അനൂപിന് അടിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ നല്ലതും മോശവുമായിട്ടുള്ള പല അവസ്ഥകളും നമ്മൾ കണ്ടതാണ്. ഓണം ബമ്പർ എന്ന് പറയുമ്പോൾ അത് ലോട്ടറി സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ഒരു സമ്മാനത്തുകയുള്ള ടിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ പലരും ആകാംക്ഷയോടുകൂടി അതിനെ കാത്തിരിക്കുന്നു. അത് തന്നെ നമുക്കറിയാം, 75 ലക്ഷം ടിക്കറ്റുകളാണ് ആകെ അടിച്ചത്. അതിൽ എല്ലാം തന്നെ വിറ്റു എന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് അറിയിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആർക്കാണ് ഭാഗ്യം എന്നുള്ളത് നമുക്ക് ആ സ്ക്രീനിൽ കാണാം. അതിനുവേണ്ടിയുള്ള ട്രയൽ നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി മന്ത്രി കെ എൻ ബാലഗോപാൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള നടപടിക്രമങ്ങൾ, പൂജാ ബമ്പറിൻ്റെ പ്രകാശനമടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും നടക്കും. അങ്ങനെ അല്പസമയത്തിനകം ആരാണ് ഭാഗ്യവാൻ, ഓണം ബമ്പറിലൂടെ ആരുടെ ജീവിതമാണ് മാറാൻ പോകുന്നത് എന്ന് അറിയാം. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നടക്കാൻ പോകുകയാണ്. അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. തിരുവനന്തപുരത്തെ ഗോർഖി ഭവനിൽ, ബേക്കറി ജംഗ്ഷനിലെ ഗോർഖി ഭവനിലാണ് ചടങ്ങ് നടക്കുന്നത്. നറുക്കെടുപ്പ് വേദിയിൽ പ്രത്യേകമായൊരു ചടങ്ങ് കൂടിയുണ്ട്. അത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കെടുക്കുന്ന പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനമാണ്. അതിനുശേഷമാണ് തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പിലേക്ക് കടക്കുക. ബമ്പർ ഭാഗ്യക്കുറിയുടെ 75 ലക്ഷം ടിക്കറ്റുകൾ ഇതുവരെ അച്ചടിച്ച് വിറ്റഴിച്ചു എന്നതാണ് സർക്കാരിന്റെ കണക്ക്. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.